തിരുവനന്തപുരം നഗരത്തിൻ്റെ കാവലാളായി ഭക്തകോടികളുടെ ഹൃദയങ്ങളിൽ അമ്മയായി വിളങ്ങുന്ന ഒരു ചൈതന്യമുണ്ട്. തിരുവനന്തപുരത്ത് പാർവതീപുത്തനാറിൻ്റെ തീരത്ത് കാരുണ്യത്തിൻ്റെ കടലായി കുടികൊള്ളുന്ന കരിക്കകത്ത് ശ്രീ ചാമുണ്ഡേശ്വരി ദേവി. സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ അമ്മേ എന്നൊരുകി വിളിച്ചാൽ ഓടിയെത്തുന്ന കൺകണ്ട ദൈവം. ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലും നിറഞ്ഞു നിൽക്കുന്ന അതേ ആദിപരാശക്തിയുടെ ചൈതന്യമാണ് കരിക്കകത്തും ഭക്തർക്ക് തണലേകുന്നത്. ഇവിടെ അമ്മ 3 ഭാവങ്ങളിലാണ് അനുഗ്രഹം ചൊരിയുന്നത്. ശ്രീകോവിലിൽ ശാന്തസ്വരൂപിണിയായ മഹാചാമുണ്ഡിയായും രക്തചാമുണ്ഡിയായും ബാലചാമുണ്ഡിയായും അമ്മ വാണരുളുന്നു. നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകൾ എന്തുതന്നെയായാലും ആ തിരുനടയിലെത്തി കണ്ണീരോടെ കൈകൂപ്പിയാൽ അമ്മ അത് കാണാതിരിക്കില്ല. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ചരിത്രവും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന മണ്ണാണ് കരിക്കകത്തിൻ്റേത്. പണ്ട് കാലം മുതൽക്കേ കരിക്കകത്തമ്മയുടെ നടയിലെ സത്യപ്രമാണം ഏറെ പ്രശസ്തമാണ്. അമ്മയുടെ തിരുനടയിൽ വന്ന ആരും കള്ളം പറയില്ല എന്ന ഉറച്ച വിശ്വാസം ഇന്നും ജനമനസ്സുകളിലുണ്ട്. നീതിയുടെയും സത്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് അമ്മ. രോഗദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കാൻ ആ അമ്മയുടെ ഒരു നോട്ടം മാത്രം മതി. കരിക്കകത്തമ്മയ്ക്ക് തങ്ങളുടെ ഉള്ളിലെ സ്നേഹവും ഭക്തിയും സമർപ്പിക്കാൻ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാലയർപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. വിദ്യ നൽകി അനുഗ്രഹിക്കാനും ഐശ്വര്യം നൽകി കുടുംബത്തെ കാത്തുരക്ഷിക്കാനും ദുഷ്ടശക്തികളെ അകറ്റി നേർവഴി നടത്താനും ജഗദംബയ്ക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ഓരോ ശ്വാസത്തിലും ആ സാന്നിധ്യമുണ്ട്. അഹങ്കാരത്തിൻ്റെ മുഖംമൂടികൾ അഴിച്ചുവെച്ച് ഒന്നുമില്ലാത്തവനായ ആ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അത് അനുഭവിച്ചു തന്നെ അറിയണം. ഇരുളടഞ്ഞ വഴികളിൽ പ്രകാശമായി തളരുന്ന വേളകളിൽ താങ്ങായി കരിക്കകത്തമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മുടെ സകല ദുഃഖങ്ങളും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഭക്തിയോടെ നമുക്ക് വിളിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 കരിക്കകത്തമ്മേ ശരണം.